Chapter 9 E-commerce. Have you enjoyed shopping with your parents? We used to shop monthly once or twice with our parents, right? We used to go to the shopping mall or nearby shops and we celebrated as a vacation trip. What will happen in a shopping? നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് ഒരു കടയിൽ പോയി എല്ലാ സാധനങ്ങളും സെർച്ച് ചെയ്തൊക്കെ വാങ്ങി എല്ലാം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? വിൽ ബി സോ ടയർഡ് ആൻഡ് എക്സോസ്റ്റഡ്. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന ട്രെൻഡ് എന്താണ്? ഈ ഷോപ്പിംഗ്. എല്ലാവരും ഓൺലൈനിൽ ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ഓൺലൈനിൽ നമുക്ക് ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് ഉണ്ടാവും. ആ സൈറ്റ്സിൽ കയറി നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഐറ്റംസ് സെർച്ച് ചെയ്യാനും അതിൻ്റെ പ്രൈസസ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഐറ്റം വാങ്ങാനും പറ്റുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി ആയിട്ടുള്ള ഷോപ്പിംഗ് സൈറ്റ്സ്, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സിലൂടെ ഉണ്ടാകുന്ന ഷോപ്പിംഗ്. ഇൻട്രൊഡക്ഷൻ ടു ഇ-കൊമേഴ്സ്. വി യൂസ് ടു ബൈ തിങ്സ് ആൻഡ് ഇൻ റിട്ടേൺ വി യൂസ് ടു ഗിവ് മണി, അല്ലേ? പക്ഷേ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഓഫ് തിങ്സ് ആണ് നടന്നുകൊണ്ടിരുന്നത്. തിങ്സ്, ഐറ്റംസ്, ഗുഡ്സ് എന്താണെന്നുണ്ടെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. എനിക്ക് ആവശ്യമുള്ളത് ഇന്നൊരാളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ളത് എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈ ആയിക്കൊണ്ടിരുന്നത്. ദിസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഈസ് കോൾഡ് കൊമേഴ്സ്. ഈ ബൈയിങ് സെല്ലിങ്ങിൻ്റെ പ്രോസസ്സിനെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോഴെല്ലാം നമ്മൾ ഓൺലൈൻ സൈറ്റ്സ് വഴിയാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നതെന്ന് പറയുന്നു, അല്ലേ? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, ബൈയിങ് സെല്ലിങ് എല്ലാം നടക്കുന്നത് ഓൺലൈൻ വഴിയാണ്. അങ്ങനെ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് മീഡിയമാണ് ടു ഡു ദ ബിസിനസ്. സോ ഇറ്റ് ഈസ് കോൾഡ് എസ് ഇ-കൊമേഴ്സ്, അതർവൈസ് ഇലക്ട്രോണിക് കൊമേഴ്സ്. ഗോട്ട് ഇറ്റ്? We use electronic medium for buying and selling in e-commerce. What is this electronic medium? It is the computer, which can be a device like a desktop, laptop, tablet or your mobile. The other thing is network. Network is obviously the internet. Then servers, the machines that host a shopping site. എവിടെയാണോ ഈ സൈറ്റുകളെല്ലാം സ്റ്റോർ ആയിരിക്കുന്നത് അതിനെയാണ് സെർവർ എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടെ ചേർത്താണ് ഇലക്ട്രോണിക് മീഡിയം ആകുന്നത്. എന്തിന്? ഇ-കൊമേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് മീഡിയം എന്തൊക്കെയാണ്? കമ്പ്യൂട്ടേഴ്സ്, നെറ്റ്വർക്ക്സ് ആൻഡ് സെർവേഴ്സ്. Then, electronic commerce is divided into three categories: business to business, business to consumer, consumer to consumer. Business to business is otherwise called as B2B, where buying and selling is within the business groups. For example, Investopedia. ബൈയിങ് ആൻഡ് സെല്ലിങ് എല്ലാം ബിസിനസ് ഗ്രൂപ്പുകൾ തമ്മിലായിരിക്കും. അവിടെയാണ് B2B എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബിസിനസ് ടു കൺസ്യൂമർ. ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്നത് ഒരു സൈഡ് ബിസിനസ് മാനും ഇന്നൊരു സൈഡ് കൺസ്യൂമേഴ്സ്, അതായത് കസ്റ്റമേഴ്സും ആയിരിക്കും, നമ്മളെപ്പോലുള്ളവരുമായിരിക്കും. അതിനെയാണ് ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. അവിടെ എന്താ എക്സാമ്പിൾ വരുന്നത്? ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഷോപ്പ് ഡീൽസ്, ഇതൊക്കെയാണ് ബിസിനസ് ടു കൺസ്യൂമർ എന്നുള്ളതിൽ വരുന്നത്. നെക്സ്റ്റ്, കൺസ്യൂമർ ടു കൺസ്യൂമർ, where buying and selling is between consumers. കൺസ്യൂമേഴ്സിന് നമുക്കൊരുപാട് സാധനങ്ങളൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഒരു സാധനമാണെങ്കിൽ ആ സാധനം കൊടുക്കുന്നു, ഇന്നൊരാൾ അത് മേടിക്കുന്നു. എന്താണ്? ക്വിക്കർ കേട്ടിട്ടുണ്ടല്ലോ, quikr.com. അതൊക്കെയാണ് നമ്മൾ കൺസ്യൂമർ ടു കൺസ്യൂമറിനകത്ത് വരുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഇ-കൊമേഴ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? മാർക്കറ്റിംഗ് ടു ടാർഗറ്റ് സെഗ്മെൻറ്റ്. ഇവിടെ നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. ടാർഗറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ആവശ്യമുള്ളവർ മാത്രമല്ലേ എടുത്ത് നോക്കത്തുള്ളൂ. അതിനാണ് ടാർഗറ്റ് സെഗ്മെൻറ്റിലേക്കുള്ള മാർക്കറ്റിംഗ്. അലോവിങ് കസ്റ്റമേഴ്സ് ടു മേക്ക് കമ്പാരിസൺ ആൻഡ് സെലക്ഷൻ. ഒരു കടയിൽ നിന്ന് ഇന്നൊരു കടയിൽ പോയി ചോദിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് വീട്ടിലിരുന്നും കൊണ്ട് തന്നെ പല കടകളിലുള്ളത് ഒരേ ഇടത്ത് നമുക്ക് കിട്ടും. അവിടെ കമ്പാരിസൺ ചെയ്ത് നമുക്ക് മേടിക്കാം. ബൈ ഓൺലൈൻ ബൈ പേയിങ് ഓൺലൈൻ ഓർ ഓൺ ഡെലിവറി. ഓൺലൈനിൽ നമുക്ക് പേ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വീടിന് ഫ്രണ്ടിൽ സാധനം വരുമ്പോൾ നമുക്ക് പേ ചെയ്യാം. 24/7 അവൈലബിലിറ്റി. ഷോപ്പ് പൂട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, ഏത് പാതിരാത്രിയിൽ നമുക്ക് ഷോപ്പ് ചെയ്യാം. ഇൻക്രീസ്ഡ് സെയിൽസ്. ആസ് ഓൺലൈൻ സൈറ്റ്സ് ആർ അവൈലബിൾ 24/7, ദ സെയിൽസ് ഈസ് ഇൻക്രീസ്ഡ്. 24 മണിക്കൂർ വർക്ക് ആവുന്നത് കൊണ്ട് സെയിൽസ് ഇൻക്രീസ് ആവുന്നു. സപ്പോർട്ട്. ഇ-കൊമേഴ്സ് ഓഫേഴ്സ് വേസ് ടു പ്രൊവൈഡ് പ്രീ സെയിൽസ് ആൻഡ് പോസ്റ്റ് സെയിൽ അസിസ്റ്റൻസ്.
ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുൻപും വാങ്ങിച്ചതിന് ശേഷവും അതിനെക്കുറിച്ചുള്ള സർവീസ് നമുക്ക് കിട്ടുന്നതാണ്. എഫിഷ്യൻറ്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. കൊമേഴ്സ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വളരെ എഫിഷ്യൻ്റാണ്. അതായത് സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടാവും ഇൻ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്. അപ്പോൾ ഇൻവെൻട്രി നമുക്ക് കാണാൻ പറ്റും, അതിനനുസരിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. എക്സ്റ്റെൻസീവ് കമ്മ്യൂണിക്കേഷൻ. കൊമേഴ്സ് എക്സ്റ്റെൻസീവ്, ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ. കൺസ്യൂമേഴ്സ്, ബയേഴ്സ് ആൻഡ് പാർട്ട്നർ സെല്ലേഴ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് മെസ്സേജ് ചെയ്ത് അവരോട് ചോദിക്കാവുന്നതാണ്. ഇതാണ് കൊമേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, അതർവൈസ് അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വി വിൽ സി വാട്ട് ഈസ് ഷോപ്പിംഗ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോപ്പിംഗ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട്. വി ഡു ഷോപ്പിംഗ് in online, right? Shopping virtually on internet using a web browser is known as electronic shopping or e-shopping. നേരത്തെ നമ്മൾ പറഞ്ഞത് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നതിന് നമ്മൾ സൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സൈറ്റ്സിനെയാണ് എവിടെയാണ് സൈറ്റ്സ് വരുന്നത്? വെബ് ബ്രൗസറിലാണ് വരുന്നത്. അങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ അതിനെ പറയുന്നതാണ് ഷോപ്പിംഗ്. വൺസ് എ പ്രോഡക്റ്റ് ഈസ് സെലക്റ്റഡ്, ദ കൺസ്യൂമർ ഓർഡേഴ്സ് ദ പ്രോഡക്റ്റ്. ദ പ്രോഡക്ട്സ് ആർ ഡെലിവേർഡ് ടു ദ ബയർ ടു ഡോർ സ്റ്റെപ്പ്. നമ്മളൊരു സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ആ സാധനം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ഹിയർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഷോപ്പിംഗ് website. This is an Amazon website. And when I open the Amazon website, it will be shown like this, the picture down. Whatever the thing that we want to search, you have to give in the search area. Here I am giving Apple iPhone 7 Plus. So you can see the category down. Whichever the category I need, I can select it and click enter. You can see the different types of iPhone Plus and the accessories too. You can compare with the cost from different shops in the sites itself. You can also check the description and details of the product. If you like the product, you can click buy now and add to the shopping cart. This is the add to the shopping cart means you will be having a bucket and you will be adding all the things that you want to buy at a stretch. After that, you can just give the cash for the whole product, or if you want to buy a single one also, you can specify it and check out. Now the shopping cart window will be shown like this, with the total price including the shipping charge and all the things. And if you want to go further, that if you want to buy it really, you can go with the proceed to checkout. After entering the address, credit card details, and if you want to cash on delivery, you can go with cash on delivery. After confirmation of buying the product, it confirms the payment mode. Order confirmation and shipping status is sent to us via email or SMS alert. Invoice or order details are sent to the buyer along with the shipping details. ഇതെല്ലാം നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ മെസ്സേജസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. വാട്ട് ഈസ് അഡ്വാൻറ്റേജസ് അലോങ് വിത്ത് എ ഫ്യൂ ഡിസഡ്വാൻറ്റേജസ്? എല്ലായിടത്തും അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട് അല്ലേ? Buying online is very convenient. It saves time and energy and travel cost. But while we have to rely on the product which is given in the picture. പിക്ചറിൽ കാണുന്നതാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓൾസോ വി ക്യാൻ ഗോ ത്രൂ. ബട്ട് സംടൈംസ് ദ പിക്ചർ പ്രോഡക്റ്റ് വിൽ നോട്ട് ബി ദ ആക്ച്വൽ വൺ. In fact, there are cyber criminals in the online sites also. We have to be very careful when we give money. And sometimes there will be ungenuine sites, and if we pay the money and we will not get the product, or we will get a fake one. E-ticketing. E-ticketing, otherwise electronic ticket, is also known as digital ticket. It is an effective method of generating tickets. Nowadays, airlines, trains, movie halls, and major event organizers give e-tickets. E-ticketsന് വേണ്ടിയിട്ട് ഓൺലൈൻ e-tickets സൈറ്റ്സിൽ തന്നെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ എന്താ പറയുക, എയർലൈൻസിൻ്റെ സൈറ്റിൽ എയർ ടിക്കറ്റ് ആണെങ്കിൽ എയർലൈൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഹോട്ടൽസിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെയിൽവേ ആണെന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ സൈറ്റിൽ കയറിയിട്ട് റെയിൽവേ ബുക്ക് ചെയ്യാം. അതിന് ട്രിപ്പ് അഡ്വൈസറും ഉണ്ട്. അതൊക്കെ സൈറ്റ് വൈസ് ഏജൻസീസ് എടുത്തിരിക്കുന്നതാണ്, റെയിൽവേക്കും ബസ്സിനും എല്ലാം കൂടെ ചേർത്തിട്ട്. അങ്ങനെ നമുക്ക് അവരുടെ സൈറ്റിലേക്ക് കയറി ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗിവ് ദ ഫ്ലൈറ്റ് നമ്പർ
date, departure location, destination location, and the category that you need. If you want an economy or a business class, you have to mention it, and the total cost and everything will be shown in your display screen. And if you want to go further, you can go further and pay the amount. E-banking is also known as electronic banking, online banking or internet banking എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ മാക്സിമം ആൾക്കാരും ഈ ലോക്ക്ഡൗണൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും ബാങ്കിങ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താനാണ് ബാങ്കിങ് സൈറ്റ്സ് യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും വളരെ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ആസ് സൂൺ ആസ് വി കംപ്ലീറ്റ് ദ ട്രാൻസാക്ഷൻ ദ സിസ്റ്റം ഈസ് അപ്ഡേറ്റഡ് ഇമീഡിയറ്റ്ലി, നോൺ ആസ് ഓൺലൈൻ ഓർ റിയൽ ടൈം പ്രോസസ്സ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ അപ്ഡേഷനും നടക്കുന്നതാണ് എന്തെങ്കിലും നമ്മൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ ഉണ്ടാവും അതിനകത്ത്? കൺസ്യൂമർ അക്കൗണ്ട് ഇൻക്വയറി, അക്കൗണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും എൻക്വയറി നടത്തണമെങ്കിൽ അതുണ്ടാവും. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക് ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലാവട്ടെ, വല്ല ലോൺസ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ റീചാർജ് വരയ്ക്ക് നമുക്ക് ഇലക്ട്രോണിക്കലി ചെയ്യാൻ പറ്റും. ലോൺ അഡ്വൈസ് എടുക്കാൻ പറ്റും. ബ്രോക്കറേജ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. Cash management, credit applications, credit and debit cards, consumer correspondence, financial advice, foreign exchange trading, insurance, online trading, opening accounts, tax services, e-shopping and investments. എല്ലാ കാര്യങ്ങളും ഒറ്റ സൈറ്റിനകത്ത് തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള, നിങ്ങൾ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ടിനകത്ത് കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം, ഈ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും. E-banking provides 3 kinds of system: information only system, electronic information transfer system and transactional system. ഈ 3 സിസ്റ്റം ഉണ്ട് ഈ ബാങ്കിങ്. ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ്? ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്. വി ക്യാൻ കണക്ട് ടു ദ ബാങ്ക് വെബ്സൈറ്റ് ആൻഡ് എക്സിക്യൂട്ട് അവർ ട്രാൻസാക്ഷൻ എനി ടൈം ആൻഡ് ഫ്രം എനിവേ. ദെൻ while doing, some precautions have to take place. Then we should not share our personal details like PIN number or one-time password with anyone. You have to be very careful while you go with the transaction in e-banking. Very careful with the PIN. You're not supposed to share your PIN number. It's a security number, and the one-time password that you use to enter the site. And the documents related to the bank should be kept safely. PIN and password should be changed from time to time and should be memorized. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പിന്നും പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. At the time of logging out of the website, we should ensure that we have signed out. നമ്മുടെ ഫോണിലാകട്ടെ അല്ലെങ്കിൽ വെബ് കഫേയിലാവട്ടെ, വെബ് കഫേയിൽ നമ്മൾ സൈൻ ഔട്ട് ചെയ്യാൻ മറക്കത്തിലായിരിക്കും. പക്ഷേ ഫോണിൽ നമ്മൾ സാധാരണ ചെയ്യാൻ മറന്നു പോകുന്നത് കയ്യിലിരിക്കുന്നതല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയും പാടില്ല. പ്രത്യേകിച്ച് ഈ ബാങ്കിങ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ കഴിയുന്നു, എപ്പോൾ നിങ്ങളുടെ സർവീസ് കഴിയുന്നു അപ്പോഴേക്കും സൈൻ ഔട്ട് ചെയ്യണം. And not only this, when you go with the fund transfer, you should be check out the account number once for thrice. 1-3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഏത് ഫണ്ടിലേക്ക്, ഏത് അക്കൗണ്ടിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രാൻസ്ഫർ നമ്പർ 1-3 പ്രാവശ്യം ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ കൈയോടെ ടൈപ്പ് ചെയ്യുന്നതാണ് എങ്ങനെ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. Okay, so we are winding up this chapter. If you have any doubt, you can come up. Thank you.